എന്താ സാറേ? നിനക്കെന്താ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു, അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ സത്യമായിട്ട് ഞങ്ങളല്ല ചെയ്ത്, നമുക്ക് അറിഞ്ഞൂടാ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ സാറേ അറിയാതെ പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി, അല്ലാതെ വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. നാലും പഠിച്ച കള്ളന്മാരാ സാറേ. ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വന്നാണ് നിനക്കൊക്കെ? സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കള്ളം പറയുന്നു സാറേ നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ്, ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ചാ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. മതി സാറേ, പിള്ളേരല്ലേ. താൻ എന്താണോ ഈ കാണിച്ചേ? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിന്റെ ഗുണമൊക്കെ ഞാൻ കണ്ടത്, അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ. അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനെയാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കിട്ടുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും വഴക്കമൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനും എന്താണെന്ന് വെച്ചായിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിൽക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരം വേണ്ട കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ.